അടുത്തും പറ്റിയിട്ട് 7 വർഷമായി. സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ഇനിയും തൂറിയേ പറ്റൂ. ആർക്ക്? കെ എം എബ്രഹാമിന്. ഇത്ര ഷാർപ്പായിട്ട് ആരും പറയില്ല കേട്ടോ. അതായത് കെ എം എബ്രഹാമിന് അടുത്തും പറ്റി പിരിഞ്ഞ 7 വർഷമായിട്ടും ഇപ്പോഴും മൂപ്പർക്ക് തൂറാൻ സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റ് തന്നെ വേണമത്രേ. എല്ലാ കൊള്ളകളുടെയും സവ്യസാചി ഇവനാണത്രേ. ശക്തിധരൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയോ? മുഖ്യമന്ത്രിയെ തൊട്ടോ പോക്ക്, മുഖ്യമന്ത്രിയെ തൊട്ടാള് പോക്കാണ്, തൊട്ടാളുടെ കാര്യം കട്ടപ്പുക. കാരണഭൂതത്തെ തൊട്ടാൽ തൊട്ടവന്റെ കാര്യം കട്ടപ്പുക എന്ന് ജി ശക്തിധരനാണ് പറയുന്നത് കേട്ടോ. കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടൻ, കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടൻ എന്നാണ് പിണറായിയെ വിശേഷിപ്പിക്കുന്നത് ശക്തിധരൻ. സുകുമാരൻ നായരുടെ കാലുമാറ്റം അല്ലെങ്കിൽ നിലപാട് മാറ്റം NSSന്റെ ഉന്നത അധികാര സമിതിയും അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ മറ്റൊരു വാർത്ത. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം അത് തന്നെയാണ്. സുകുമാരൻ നായർ ഇനി എന്താണ് സുകുമാരൻ നായരുടെ ഈ ഒരു നിലപാട് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ 1-2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കാരണഭൂതത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ 140 സീറ്റിൽ 141 സീറ്റ് വരെ വേണമെങ്കിലും കിട്ടാം. അതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ കിട്ടില്ല. കാരണം കേരളത്തിലെ ജനങ്ങളാരും സുകുമാരൻ നായർ പറയുന്നത് കേൾക്കില്ല. വെള്ളാപ്പള്ളി പറയുന്നത് പണ്ടും കേൾക്കില്ല, ഒരു കാലത്തും കേൾക്കില്ല. സുകുമാരൻ നായർ പറഞ്ഞത് പണ്ടൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പൊ ഉന്നതാധികാര സമിതി സുകുമാരൻ നായരെ അംഗീകരിച്ചു അല്ലെങ്കിൽ അനുകൂലിച്ചു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഉന്നതാധികാര സമിതി ഒക്കെ സുകുമാരൻ നായരുടെ ഏറാൻമൂളികളാണ്. അവരെന്തായാലും സുകുമാരൻ നായർ ഇനി എന്ത് പറഞ്ഞാലും, സുകുമാരൻ നായരെ പകല് രാത്രിയാണെന്ന് പറഞ്ഞാലും രാത്രി തന്നെ എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പല കരയോഗങ്ങളിലും വളരെ വളരെ നിശിതമായ ആരോപണങ്ങൾ സുകുമാരൻ നായർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമുദായ അംഗങ്ങളൊക്കെ ഈ കരയോഗങ്ങളിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. പല കരയോഗങ്ങളും പ്രതിഷേധം പ്രകടമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേശാഭിമാനിക്കാർ പറയുന്നത് ഇതൊക്കെ നമ്മുടെ BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ്. അതൊന്നുമല്ല. കാരണം നായന്മാർക്ക് തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി സുകുമാരൻ നായർക്കെതിരായിട്ട പോസ്റ്റുകൾക്ക് താഴെ വന്നിട്ട് എത്ര നായർ സമുദായങ്ങളാണ് കൈയടിക്കുന്നതെന്നറിയോ? അതിൽ നിന്ന് തന്നെ പ്രകടമാണ്. കാരണം നായർ സമുദായ നേരിട്ട് തന്നെ സംസാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ അമർഷം നുരയുന്ന നായർ സമുദായ അംഗങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ അവര് പ്രകടമാക്കില്ല പലരും. അതാണ് കാരണം പ്രകടമാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് അത് പലതരത്തിലും അത് വിലങ്ങുതടിയാകും എന്നുള്ളത് കൊണ്ട് അമർഷങ്ങളൊക്കെ അവർ ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നേരം ഇത് സുകുമാരൻ നായരുടെ മുന്നിൽ നല്ലല്ലോ വോട്ട് രേഖപ്പെടുത്തുക, രഹസ്യമായി ചെയ്യുന്ന വോട്ടായതുകൊണ്ട് അവർ കൃത്യമായി സുകുമാരൻ നായർക്കെതിരെയും കാരണഭൂതന് എതിരെയും അവർ വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്ന് ദേശാഭിമാനിയുടെ 1-ാം പേജിലെ വാർത്ത സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ആവർത്തിച്ച് NSS എന്നുള്ളതാണ്. അപ്പം ദേശാഭിമാനി ആശ്വാസം കൊള്ളുകയാണ്. സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ആവർത്തിച്ച് NSS ആവർത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ NSSന്റെ ഈ പ്രതിനിധി സഭ ആവർത്തിച്ചിരിക്കുകയാണ്. പിന്നീട് മാതൃഭൂമി നോക്കിയാലേ മാതൃഭൂമിയിലെ 1-ാം പേജിൽ തന്നെയുണ്ട് സുകുമാരൻ നായർക്ക് NSSന്റെ പൂർണ്ണ പിന്തുണ എന്നാണ് പറയുന്നത്. സുകുമാരൻ നായർക്ക് NSSന്റെ പൂർണ്ണ പിന്തുണ. അത് കഴിഞ്ഞിട്ട് സുകുമാരൻ നായർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അത് സ്പെഷ്യൽ ബോക്സ് ആയിട്ടാണ് കൊടുത്തത്. ചർച്ചയ്ക്കായി ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്നാണ് പറയുന്നത്. സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞു ചർച്ചക്കായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ ഞാൻ ആരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഇക്കാര്യം പറയാൻ BJP കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരേണ്ട. വേറെ കാര്യങ്ങൾക്കായി വേണമെങ്കിൽ വരാം. ഇനി സുകുമാരൻ നായരുമായി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ വരുന്നത് ഇനി വേറെ എന്ത് കാര്യത്തിലാണ്? ഈ പലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യാനാണോ? അല്ലെങ്കിൽ യമനിലെ പ്രശ്നം കൈകാര്യം ചെയ്യാനാണോ? അല്ലെങ്കിൽ പഹൽഗാമിലെ ഈ ഭീകരാക്രമണവുമായി ഉണ്ടായ സംഭവങ്ങൾ ചർച്ച ചെയ്യാനാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല.
അപ്പൊ പറയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും സംഘടനയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും സംഘടന ഇല്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത് കേട്ടോ. പക്ഷെ കാരണബോധത്തിന്റെ സംഘടനയോട് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. NSSന്റെ സമദൂര നിലപാടിൽ ഒരു ശരിദൂരമുണ്ട്. അതാണ് സമദൂര നിലപാടിൽ ശരിദൂരം. അതാണ് സുകുമാരൻ നായർ കഴിഞ്ഞ 3-4 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പത്രങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ ശക്തിധരന്റെ ഒരു പോസ്റ്റ് ഏറ്റവും പുതിയൊരു പോസ്റ്റ്. ശക്തിധരൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയോ? മുഖ്യമന്ത്രിയെ തൊട്ടോ പോക്ക്, മുഖ്യമന്ത്രിയെ തൊട്ടാള് പോക്കാണ്, തൊട്ടാളുടെ കാര്യം കട്ടപ്പുക. കാരണഭൂതത്തെ തൊട്ടാൽ തൊട്ടവന്റെ കാര്യം കട്ടപ്പുക എന്ന് ശക്തിധരനാണ് പറയുന്നത് കേട്ടോ. ശക്തിധരൻ ഇങ്ങനെ പറയുന്നത്, സുകുമാരൻ നായരെ കെണിയിൽപ്പെടുത്തിയ വാർത്ത കണ്ടപ്പോൾ ആദ്യം ഓർമ്മയിലെത്തിയത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഗൾഫിൽ കുടുക്കിയ കഥയാണ്. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു കേട്ടോ. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എന്നറിയില്ല. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. രക്ഷകനായി അതേ ദിവ്യൻ അവതരിക്കുന്നു. ആ കഥയെല്ലാം എഴുതി ഇവിടെ നാറ്റിക്കുന്നില്ല, വേണ്ട, നമുക്ക് ആ കഥ പറഞ്ഞ് ഞാനും നാറ്റിക്കുന്നില്ല. സുകുമാരൻ നായർക്ക് മലയാളികളുടെ സാർവത്രികമായ പൊതുവിജ്ഞാനം കമ്മിയാണ്. ആ പൊതുവിജ്ഞാനം കമ്മിയായതുകൊണ്ടാണല്ലോ നായർ പോയിങ്ങാണ്ട് കാരണഭൂതത്തിന്റെ വലയിൽ ചാടിയത്. കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടന്റെ മസ്തിഷ്കം വെള്ളാപ്പള്ളി ചന്ദനത്തിലും കുങ്കുമത്തിലും ഉരുട്ടി സുന്ദരമാക്കി വെച്ചത് കണ്ടില്ലേ? കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടൻ, കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടൻ എന്നാണ് പിണറായിയെ വിശേഷിപ്പിക്കുന്നത് ശക്തിധരൻ. ശക്തിധരൻ ഇതിനു മുമ്പും പിണറായിയെ ഇത്തരം നിശ്ചിതമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശക്തിധരനോളം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച മറ്റൊരാൾ ഒരുപക്ഷെ KM ഷാജഹാൻ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഷാജഹാനെ രാത്രിക്ക് രാത്രി വീട്ടിൽ കടന്നു ചെന്ന് അറസ്റ്റ് ചെയ്തതും അവസാനം കോടതി തന്നെ വിട്ടയച്ചതും. അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ശക്തിധരൻ ഇന്നത്തെ പോസ്റ്റിൽ പറയുന്നു, ഏറ്റവും പുതിയ പോസ്റ്റിൽ പറയുന്നു, കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടനാണ് പിണറായി വിജയൻ. അയാളുടെ മസ്തിഷ്കം വെള്ളാപ്പള്ളി എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പം ചന്ദനത്തിലും കുങ്കുമത്തിലും ഉരുട്ടി സുന്ദരമായി വെച്ചത് കണ്ടില്ലേ? എന്തൊരഴകാണതിന്! അതൊന്നും മുക്കുവണ്ടമല്ല, അസൽ. മുഖ്യമന്ത്രി എത്ര ജന്മം ജനിച്ചാലും അങ്ങനൊന്ന് ഒത്തുകിട്ടില്ല. അപ്പം പിണറായി വിജയനെ കാരണഭൂതത്തെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ചന്ദനത്താലും കുങ്കുമത്താലും ഒക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം മൂപ്പർക്ക് രക്ഷപ്പെടണമല്ലോ. വെള്ളാപ്പള്ളി കൊടുത്ത കൈവിഷം ഏറ്റു. വെള്ളാപ്പള്ളി കൊടുത്ത കൈവിഷം പിണറായി വിജയന് വെള്ളാപ്പള്ളി കൈവിഷം കൊടുത്തിട്ടുണ്ട്, അതേറ്റു. അതാണ് ആഡംബര കാറിൽ തന്നെ വലിച്ചു കയറ്റാൻ കാരണം. ആ യാത്രയുടെ അഴക് അമ്പമ്പമ്പോ എന്നാ പറയുന്നത്. അതായത് സ്റ്റേറ്റ് കാറിൽ കാരണഭൂതവും ഈ വെള്ളാപ്പള്ളിയും കൂടിയും വന്നിറങ്ങുന്ന കാഴ്ച കണ്ടിട്ട് കേരളമാകെ അമ്പമ്പമ്പോ എന്ന് അതിശയപ്പെട്ടത് നമ്മൾ മറന്നിട്ടില്ല. സ്വന്തമായി അഭിപ്രായമില്ലാത്ത സുകുമാരൻ നായർ ചെന്ന് പെട്ടിരിക്കുന്നത് ഓട്ടക്കാലന കൊണ്ടുള്ള വണ്ടിയിലാണ്. സുകുമാരൻ നായരെ ഇതാണ് ശക്തിധരനാണ് പറയുന്നത് കേട്ടോ. കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ആഴങ്ങളിൽ അപഗ്രഥിച്ചു കൊണ്ടിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെയും ഈ കള്ളത്തിരുമാലികളുടെയും എല്ലാ കള്ളത്തരങ്ങളും വളരെ കൃത്യമായിട്ടറിയാവുന്ന ശക്തിധരൻ എന്ന സൈദ്ധാന്തികനാണ്, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ് പറയുന്നത്, സ്വന്തമായി അഭിപ്രായമില്ലാത്ത സുകുമാരൻ നായർ. സുകുനായർക്ക് അങ്ങനെ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല. സുകുനായർക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? മോള്, മരുമകൻ, കുടുംബം, സമ്പാദിക്കുക, സ്വത്തുണ്ടാക്കുക, കാശ് അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്നാണ് ശക്തിധരൻ പറയുന്നത്. അപ്പം മുഖ്യമന്ത്രി സ്വന്തമായി അഭിപ്രായമില്ലാത്ത സുകുമാരൻ നായർ ചെന്നുപെട്ടിരിക്കുന്നത് ഓട്ടക്കാരണ കൊണ്ടുള്ള വണ്ടിയിലാണ്. ഓട്ടക്കാരണ കൊണ്ടുള്ള വണ്ടി. LDFനെ, ഇന്നത്തെ CPMനെ, ഇന്നത്തെ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിധരൻ എന്താ പറയാ, ശക്തിധരൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഓട്ടക്കാരണ കൊണ്ടുള്ള വണ്ടിയാണ്. അതാണ് നമ്മുടെ വീണ ജോർജ് പറഞ്ഞത്.
ഞങ്ങളുടെ കപ്പിത്താൻ, ഞങ്ങൾക്കൊരു കപ്പിത്താൻ ഉണ്ട് സാർ, ഞങ്ങളുടെ കപ്പൽ ആടിയുലയുകയില്ല സാർ എന്നൊക്കെ പറഞ്ഞ കപ്പൽ മുങ്ങി താഴ്ന്ന് 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 കൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. പിന്നീട് ശക്തിധരൻ പറയുന്നത്, മുഖ്യമന്ത്രി ആരെ ചേർത്ത് പിടിച്ച് വഴിവിട്ട് സഹായിച്ചാലും അയാൾക്ക് അധോഗതി എന്നൊരു ചൊല്ലുണ്ട്. മുഖ്യമന്ത്രി ആരെ സഹായിച്ചാലും അയാൾക്ക്, മുഖ്യമന്ത്രി സഹായിക്കുന്ന ആൾക്കാർക്കൊക്കെ അധോഗതി നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് അല്ലെ? ഈ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ പ്രാവിനെ പറപ്പിച്ചതല്ലേ? അത് നിങ്ങളുടെ ഓർമ്മയിലില്ലേ? ഈ സർക്കാരിന്റെ തുടക്കത്തിൽ പിണറായി വിജയൻ പ്രാവിനെ ഇങ്ങനെ പറപ്പിച്ചതാണ് ആകാശത്തേക്ക്. പക്ഷെ പ്രാവ് പറഞ്ഞത് നേരെ മുന്നിലുള്ള ഫാനിന്റെ മേലേക്ക്, ആ ഫാനിന്റെ ലീഫിനുള്ളിൽ കുടുങ്ങി രക്തം രക്തം കൊണ്ട് ചിതറി, അതായത് രക്തത്തുള്ളികളും ആ ചിതറി ജീവന് വേണ്ടി പിടയുന്ന പ്രാവ്. അതായത് യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. ആ പിടയുന്ന മരണവെപ്രാളത്തോടെ പിടയുന്ന പ്രാവ് പോലെയാണ് ഇന്ന് കേരളം എന്ന് ഓർക്കണം. ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, കാണണം കേട്ടോ. അപ്പം പലപ്പോഴും IAS ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യമാകും. ജീവിതത്തിൽ അതേവരെ അഴിമതിയുടെ കറ പുരണ്ടിട്ടേ ഇല്ലാത്തവർ ആയിരിക്കാം. പക്ഷേ വിദേശ യാത്രകളിലും മറ്റും കച്ചവടം ഉറപ്പിച്ചു കൊടുക്കാൻ കൂട്ടുനിന്നാൽ മതി, പെടും. പിണറായി വിജയന് ആരൊക്കെ കൂട്ടുകച്ചവടം നടത്താൻ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ പെടും. പക്ഷേ കാരണഭൂതം രക്ഷപ്പെടും. M ശിവശങ്കർ മുതൽ കഴിഞ്ഞ 10 വർഷം തലയിൽ കയറ്റി വെച്ചവരുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ അവസ്ഥ നോക്കൂ. പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയും ക്യാബിനറ്റ് പദവിയുമുള്ള ഡോക്ടർ KM എബ്രഹാം എപ്പോഴാണ് ജയിലിലാവുന്നത് എന്ന് കാത്തിരുന്നാൽ മതി. അടുത്തും പറ്റിയിട്ട് 7 വർഷമായി. സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ഇനിയും തൂറിയേ പറ്റൂ. ആർക്ക്? KM എബ്രഹാമിന്. ഇത്ര ഷാർപ്പായിട്ട് ആരും പറയില്ല കേട്ടോ. അതായത് KM എബ്രഹാമിന് അടുത്തോൺ പറ്റി പിരിഞ്ഞ 7 വർഷമായിട്ടും ഇപ്പോഴും മൂപ്പർക്ക് തൂറാൻ സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റ് തന്നെ വേണമത്രേ. എല്ലാ കൊള്ളകളുടെയും സവ്യസാചി ഇവനാണത്രേ. G സുകുമാരൻ നായരുടെ മകളുടെയും മരുമകന്റെയും ജോലി സംബന്ധിച്ചും 2 കുംഭകോണങ്ങളുടെ ആരോപണങ്ങളും നിലവിലുണ്ട്. കോടികളാണ് ബാധ്യത. അറിഞ്ഞു സഹായിക്കാൻ ആളുണ്ടല്ലോ. ചിലപ്പോൾ പ്രത്യുപകാരം നിലപാട് മാറ്റം മാത്രമായി കൊടുത്താൽ മതി. ആരാണ് അത് ഒതുക്കി തീർത്തത്? ധനലക്ഷ്മി ബാങ്കിനും നല്ല കാലം, സ്വാമിയെ ശരണമയ്യപ്പ. ഇത്രയുമാണ് ശക്തിധരന്റെ ഏറ്റവും പുതിയ പോസ്റ്റ്. അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചതും നല്ലത്, സംഭവിക്കാനിരിക്കുന്നതും നല്ലത് എന്നൊക്കെ പറയുമെങ്കിലും സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം കാരണഭൂതത്തിനെ തൊട്ടു സുകുമാരൻ നായർ ഇതാ പെടാൻ പോകുന്നു. ഒരുപക്ഷെ സുകുമാരൻ നായരുടെ ജീവിതത്തിലെ ആദ്യത്തെ അയാളുടെ തന്ത്രം പൊളിയുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്.